ഡാൻസിനെ പറ്റി ABCD അറിഞ്ഞൂടാത്ത കുറെ നോർത്ത് ഇന്ത്യൻ പാൻപരാഗ് ടീമുകൾ ഡാൻസ് ചാമ്പ്യൻഷിപ്പിൽ പോയി വേൾഡ് ചാമ്പ്യന്മാരാകുന്ന കഥയാണെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഇലയിൽ നൂത്തിട്ടിരുന്നോ, വിളമ്പി തരാം. പടം തുടങ്ങുന്നത് തന്നെ തൊളിയിൽ കിടന്ന് ചവിട്ടുകൊള്ളുന്ന ഷാറൂഖ് ഖാനെ കാണിച്ചുകൊണ്ടാണ്. ആദ്യം കുറെ ഇടിയുണ്ട്, തൂറി തീട്ടമെല്ലാം തൊളയിൽ കൂടി തൊളിയിലോട്ട് പോയെങ്കിലും പിന്നെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. ആശാൻ ഈ പടത്തിൽ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ ടോപ്പറുമാണ്, എന്നാൽ വിധിയുടെ കാര്യത്തിൽ വെറും ചൂത്തിയവാല ആണെന്നൊക്കെയാണ് പറയുന്നത്. അടുത്തതാണ് സിക്സ് പാക്ക് സോനു അണ്ണൻ. അന്നത്തെ കൂലിക്ക് വേണ്ടി സിനിമാ ലൊക്കേഷനിൽ പടക്കം പൊട്ടിച്ച് പാതിരാത്രി കഞ്ഞിയും കുടിച്ച് ഉറങ്ങുന്ന ടൈപ്പാണ് ആശാൻ. ഇയാളുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പൊട്ടനാണ് മുതലാളി. അതുപോലെ തന്നെ ഭയങ്കര അമ്മഭക്തനും കൂടിയാണ് പുള്ളി. തള്ളക്കി വിളിച്ചവന്റെ വളിഞ്ഞരമ്പ് വലിച്ചെടുത്ത് കടിച്ചു പൊട്ടിക്കും. അമ്മാതിരി കലിപ്പൻ. അങ്ങനെ അവിടെ അലമ്പുണ്ടാക്കി നടന്നു പോകുമ്പോഴായിരുന്നു ടോക്കിയോ ഡ്രിഫ്റ്റിലെ സീൻ മാതിരി ഷാറൂഖ് ഖാൻ അവിടെ നിൽക്കണം. അടുത്തതാണ് 50 വയസ്സുള്ള പെണ്ണുങ്ങളെ വളയ്ക്കാൻ നിക്കറിട്ട് ഉച്ചയ്ക്ക് ജോഗിങ് നടത്തുന്ന ഈ പടുകളവൻ. ഇങ്ങനെ കൊണ്ടൊരു പ്രത്യേകത, സംസാരിക്കണതിന്റെ ഇടയ്ക്ക് അപസ്മാരം വന്നാൽ അണ്ടിക്ക് ഷോക്കേറ്റ മാതിരി നിലത്ത് കിടന്ന് പെടയില്. അടുത്തയാളാണ് പഠിപ്പിലുക്കുള്ള ഹാക്കർ രോഹൻ. ഇവൻ ഡെയിലി പബ്ബിൽ പോയി ആരെങ്കിലും പ്ലക്കാൻ കിട്ടുമോന്ന് വായും തുറന്ന് നിരീക്ഷിച്ചിരിക്കുന്ന നിർഗുണ റോക്കറ്റ്. അങ്ങനെ അന്ന് പബ്ബിൽ പോയി വള്ളി പിടിച്ചതിന്റെ പേരിൽ അവിടുത്തെ ആനയുടെ അത്രയുള്ള സെക്യൂരിറ്റിക്കാർ വന്ന് ഇവനെ പൊക്കിയെടുത്ത് അവിടുത്തെ ചവറ്റുകൊട്ടൽ എടുത്തങ്ങ് എറിയും. അപ്പോഴാണ് നമ്മുടെ പടക്കം സ്റ്റാർ ഉരിച്ച കോഴി തിന്നിട്ട് പല്ലിന്റെ ഇടയിൽ ഈർക്കിലും കുത്തി അവിടെ നിൽക്കണത്. അത്രയും അടുത്ത് നിന്ന് ഒരുത്തം പറഞ്ഞത് അവൻ കേട്ടില്ല. 50 മീറ്റർ അപ്പുറത്ത് നിന്ന് പൊലമ്പിയം പറഞ്ഞത് അവൻ കേട്ടു. എന്നാലും മീൻ വാങ്ങിക്കണ പോലത്തുള്ള സഞ്ചിയിൽ എങ്ങനെയാ ക്രീം കേക്ക് കയറിയത്? അങ്ങനെ അവിടുത്തെ ഇടിയും കഴിഞ്ഞ് അടുത്തവനെ പൊക്കാം. അത് വേറെ ആരുമല്ല, അടിച്ച് പൂക്കുറ്റി പരുവായിട്ട് പാമ്പ് പോലെ നടന്ന് എഴയണ ജൂനിയർ ബച്ചൻ. പുള്ളിക്കാരി ഇതിനകത്ത് ഡബിൾ റോൾ ആയിട്ടാണ് ഉള്ളത്. ഇവന്മാര് ഡാൻസ് കോമ്പറ്റീഷന് പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു ബിസിനസ്മാന്റെ കയ്യിലുള്ള ഡയമണ്ട് പൊട്ടിക്കാനാണ്. സോ അതിനുള്ള വെറും ഒരു മുഖം മൂടിയാണ് ഈ ഡാൻസ് കോമ്പറ്റീഷൻ. അങ്ങനെ സ്റ്റെപ്പ് പഠിക്കാൻ വേണ്ടി പല കോമാളികളെയും കളിച്ചിട്ട് ലാസ്റ്റ് ഇവന്മാർക്ക് കിട്ടുന്ന ഒരു മാസ്റ്റർ ആണ് ദീപിക ചേച്ചി. പുള്ളിക്കാരിയാണെങ്കിൽ ഏതോ ഒരു ബാറിൽ ഐറ്റം ഡാൻസർ. ഈ പുള്ളിക്കാരിക്ക് ഉണ്ട് പ്രത്യേകത. വിദ്യാഭ്യാസം കുറയായതുകൊണ്ട് ആരെങ്കിലും ഇംഗ്ലീഷ് പറഞ്ഞാൽ ചേച്ചി അപ്പ ഫ്ലാറ്റ്. ഇതൊക്കെ കഴിഞ്ഞ് ഡാൻസിന്റെ എലിജിബിലിറ്റി ടെസ്റ്റിൽ ചെന്ന് ഇവര് കാണിക്കുന്ന ഒരു ഷോ ഉണ്ട്. നോക്കണ്ട, ഇത്രേ ഉള്ളു സ്റ്റെപ്പ്. ഷാറൂഖ് ഖാന്റെ കുണ്ടി കൊണ്ട് അന്തം വിട്ട് നിൽക്കണം നിപ്പൊക്കെയാണ്. അങ്ങനെ അവിടുത്തെ ജഡ്ജസ് ഇവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ നോക്കുമ്പോഴാണ് ഷാറൂഖ് ഖാൻ ചെന്നൊരു കാര്യം വിളമ്പണത്. നീ കാട്ടാക്കട എവിടെ ഉള്ളത്? നമുക്കും കാട്ടാക്കടയൊക്കെ അറിയാന്നുള്ള തന്നെ. അതായത് ഈ ഇരിക്കേണ്ട 2 എണ്ണം കോൽക്കളിയുടെ ആശാന്മാരാണ്. യവന്മാരുടെ റൂമിലെ CCTV ഹാക്ക് ചെയ്ത് തൂക്കിയെന്നും അതെടുത്ത് യൂട്യൂബ് ഇടുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അവസാനം യവന്മാര് വേറെ നിവർത്തിയില്ലാതെ ഈ വാണങ്ങളെ കുണ്ടന്മാര് പാസ്സാക്കി. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ടെസ്റ്റും പാസ്സായി നേരെ ദുബായിലോട്ട്. ബാക്കി എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ കറക്റ്റ് ടൈമിൽ എത്തിയപ്പോൾ യവന്മാര് വന്നിറങ്ങണത് ഇനോവയിൽ. ഇതെന്തോന്നാ ജംബോ സർക്കസിന് പോകണം. അങ്ങനെ വലിയ ഷോയിൽ വന്നിറങ്ങിയ ഷാറൂഖ് ഖാന്റെ ചെള്ളക്ക് അളിഞ്ഞ തക്കാളി എറിഞ്ഞ് കയറ്റി കൊടുക്കും. അങ്ങനെ വന്നിറങ്ങി നാറിയതിന്റെ ക്ഷീണം മാറ്റാൻ പിറ്റേ ദിവസം എല്ലാണ്ണം കൂടി പാർട്ടിക്ക് എന്ന് കയറുമ്പോഴാണ് ഈ സിനിമയിലെ മെയിൻ വില്ലൻ അവിടെ വരണത്. മിസ്റ്റർ ജാക്കി ആണ്. ഇവിടെ വന്നത് ഡാൻസ് കപ്പടിക്കാൻ വേണ്ടിയല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. എന്തിനാണ് ഡയമണ്ട് മോട്ടിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നവന്റെ തന്ത പണ്ട് ജാക്കി അണ്ണന്റെ കൂടെ പണിയെടുത്തവനായിരുന്നു. അങ്ങനെ ആത്മാർത്ഥത കൂടിപ്പോയതിന്റെ പേരിൽ മൊയിലാളി സ്വന്തം തൊഴിലാളിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ കൊണ്ടുപോയിട്ട് അവസാനം അതിന്റെ പേരിൽ അയാൾ തൂങ്ങിച്ചാവും. ഇതിൽ കലിപ്പ് കയറിയ ഷാറൂഖ് ഖാനാണ് ഇപ്പൊ പണി കൊടുക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അങ്ങനെ ഒരേ സമയത്ത് ഡാൻസ് പ്രാക്ടീസും രത്നം മോട്ടിക്കാനുള്ള പ്ലാനുമായി യവന്മാര് ദിവസങ്ങൾ കഴിഞ്ഞു കിട്ടും. ഇതിനിടയ്ക്ക് സെമി ഫൈനൽസിൽ യവന്മാരും കൊറിയൻ ടീമുമായിട്ട് ഫേസ് ഓഫ് വെക്കണതിന്റെ ഇടയ്ക്ക് യവന്മാര് എയറിലോട്ട് എടുത്ത് എറിഞ്ഞ് ഒരുത്തം ബാലൻസ് കിട്ടാതെ കിണയം കുത്തി കവച്ച് വെച്ച് കീഴോട്ട് വന്നപ്പോ അത്രയും നേരം അപ്പുറത്ത് നിന്ന് പാക്കൂത്തും കാണിച്ചോണ്ടിരുന്ന കിങ് ഖാൻ ഐസക് ന്യൂട്ടനെ ഫിസിക്സിനെ വെല്ലുവിളിച്ചോണ്ട് കാണിക്കുന്ന ഒരു വേലത്തരമുണ്ട്. ഇത്ര എണ്ണ അവിടെ വടി വിഴുങ്ങിയ പോലെ നിന്നിട്ട് ഒരുത്ത മൂക്കും കുത്തി വീണ്ടും ഒരുത്തനും അനങ്ങണ പോലും ഇല്ല. അങ്ങനെ ആ ഒരു പ്രവൃത്തി കൊണ്ട് അവിടെയും ഫസ്റ്റ് അടിച്ചിട്ട് ലാസ്റ്റ് ഫൈനൽസ് വരാകും. ഇനിയാണ് അവന്മാരെ മെയിൻ ടാസ്ക്, ഡയമണ്ട് റോബറി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവന്മാരുണ്ടാക്കിയ പ്ലാൻ സക്സസ് ആകുന്നു. അങ്ങനെ രത്നം മോട്ടിച്ച് നാട് വിടാൻ എല്ലാണോ റെഡിയായി നിൽക്കുമ്പോൾ ഈ പെണ്ണും പിള്ളക്ക് സ്റ്റേജിൽ കയറി അപ്പോൾ ഡാൻസ് കളിക്കണം. മാത്രമല്ല ഇവരുടെ കൂടെയുള്ള കൊച്ചുകൊണ്ട് ഡാൻസ് കളിക്കാൻ മുട്ടി നിൽക്കണം. അത് കണ്ടതോടുകൂടി കാലൊന്നും മുടക്കിയാൽ അപ്പോഴേ കിണയം കുത്തി തറ വീണ് വിറയിൽ വരണ ഈ കിളവനും ഡാൻസ് കളിച്ചോളാൻ മുട്ടും. വയസ്സാം കാലത്ത് കിളവന്റെ ഓരോ കഴപ്പേ. അങ്ങനെ അത് കണ്ട് ഈ ഓടിച്ച് മറ്റവന്മാരെ ഇങ്ങേരെ പിടിച്ചു വെക്കും. പിന്നെ അവിടെ അടി ഇടി ചീത്തവിളി. ലാസ്റ്റ് ഈ കിളവന്റെ കവാലം മുളക്കം ഒരെണ്ണം അറിഞ്ഞിട്ട് കൊടുക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ നടന്നെങ്കിൽ ലാസ്റ്റ് യവന്മാരെല്ലാം കൂടെ സ്റ്റേജിൽ കയറി എന്തൊക്കെ കാട്ടിക്കൂട്ടും. ഇനി
ഇനിയാണ് മെയിൻ പരിപാടി. മോട്ടിച്ച നീല കളറുള്ള രത്നം നാട്ടിലെത്തിക്കണമല്ലോ. സോ അതെടുത്ത് കൂൾ ഡ്രിങ്ക്സിൽ ഇട്ട് അത് ഉറിഞ്ചി കുടിച്ച് എയർപോർട്ടിലെ ചെക്കിംഗ് വരുമ്പോഴായിരുന്നു അത് സംഭവിച്ചത്. ഊമ്പുടാ ഊമ്പുടാ മൂച്ചി മുട്ട ഊമ്പുടാ ഊബേ 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 ഊബേ. ഇതൊരുമാതിരി കട്ടതും കിട്ടിയില്ല, കഷത്തിന്റെ ഇടയിരുന്നതും കാലിന്റെ ഇടയിലിരുന്നതും ഒരുമിച്ച് പോയ അവസ്ഥയായി അവന്മാർക്ക്. അങ്ങനെ അണ്ടി പോയ അണ്ണാന്റെ മാതിരി എയറോപ്ലെയിനിൽ ഇരിക്കുമ്പോഴായിരുന്നു ഷാറൂഖ് ഖാന്റെ അടുത്ത പ്ലാൻ. ആ നീല കളർ ഡയമണ്ട് എല്ലാം ട്രോഫിയിൽ ഒട്ടിച്ചേക്കായിരുന്നു. ഏതവനാടാ എയർപോർട്ടിലെ സെക്യൂരിറ്റി ഒരു കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുപോയപ്പോ കൊട്ടയിലെടുത്തെറിഞ്ഞവൻ ഇത്രയും മുതുക്ക് സാധനം അവന്റെ കണ്ണിന്റെ മുമ്പിൽ കൂടെ പോയിട്ട് അത് കാണാതിരിക്കാൻ അവന്റെ കണ്ണി വല്ല കുരുവും കയറിയിരിക്കായിരുന്ന. തമ്പുരാനറിയാ കഷ്ടം തന്നെ.